സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഒക്ടോബർ 10 ഗാസയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ഏർപ്പെടുത്തിയതിന് ശേഷം ഉള്ള സീസ് ഫയർ വയലേഷൻ, വെടിനിർത്തൽ കരാർ ലംഘനം ഗൗരവതരമായത് രണ്ടാമതും സംഭവിച്ചിരിക്കുന്നു. ഏകദേശം ഒരാഴ്ച മുൻപ് ഒരു തവണ ഗൗരവതരമായ ഒരു വെടിനിർത്തൽ ലംഘനം ഉണ്ടായിരുന്നു. ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുകയും തിരികെ ഇസ്രായേൽ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുകയും ഏകദേശം 44ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇന്നലെയും ഇതേ കാര്യങ്ങൾ സംഭവിച്ചു. യെല്ലോ ലൈനിൽ റാഫായുടെ പ്രദേശത്തുനിന്ന് ഇസ്രായേലിന് നേരെ ആന്റി ടാങ്ക് മിസൈലുകളും അകലെ നിന്നുള്ള പ്രിസിഷൻ ഷോട്ടുകളും ചെയ്തു. ഒരു പട്ടാളക്കാരന് മുറിവേറ്റു. അവർ അതിഭീകരമായിട്ട് തിരിച്ചടിച്ചു. ഗാസയിൽ റാഫയിൽ മാത്രമല്ല, പ്രധാനമായിട്ട് അവർ ഗാസ സിറ്റിയിലാണ് അവരുടെ ആക്രമണം കേന്ദ്രീകരിച്ചത്. വ്യാപകമായ മരണങ്ങളുണ്ടായി. പല പത്രങ്ങളും പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 33, ഏറ്റവും ചുരുങ്ങിയത് 33 എന്നാണ്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് 20 CNN റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് 22 എന്തായാലും വ്യാപകമായ രീതിയിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണം എടുത്തു വരുന്നതേ ഉള്ളൂ. അപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി അതിശക്തമായി തിരിച്ചടിക്കാനാണ് പ്രധാനമന്ത്രി നേരിട്ടാണ് ഉത്തരവിട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് IDF ആക്രമിച്ചത് എന്നാണ് പത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത. അപ്പം ഇത് സീസ് ഫയറിൻ്റെ ലംഘനമാണ്, സീസ് ഫയർ ഇതോടെ തീരും എന്നുള്ള മട്ടിൽ പത്രങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇത് സീസ് ഫയറിൻ്റെ ലംഘനമൊന്നുമല്ല. ഇങ്ങനെ ഇസ്രായേൽ പട്ടാളക്കാരെ ആക്രമിച്ചാൽ അത് തിരിച്ചടിക്കാനുള്ള മുഴുവൻ അവകാശവും ഇസ്രായേലിനുണ്ട്. അവകാശമുണ്ടെന്ന് മാത്രമല്ല, ഇസ്രായേൽ പട്ടാളക്കാരെ അടിച്ചിട്ടുണ്ട്, തിരിച്ചടിച്ചിരിക്കണം എന്നാണ് ട്രംപ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹത്തോട് ട്രംപ് പറഞ്ഞത് ഇന്ന് രാവിലെ പറഞ്ഞാണ്, ബുധനാഴ്ച രാവിലെയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. They killed an Israeli soldier. So this Israelis hit back. And they should hit back. You have to understand, Hamas is a very small part of the peace in the Middle East. And they have to behave. If Hamas does not behave, they will be terminated. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത്, they killed an Israeli soldier, so the Israelis hit back and they should hit back. ഇസ്രായേൽക്കാർ തിരിച്ചടിച്ചു, അവർ തിരിച്ചടിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു ഇസ്രായേലി സോൾജറെ കൊന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊന്നതായിട്ട് ഇസ്രായേലിന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നില്ല. ഇസ്രായേലിന് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു ഭടന് മുറിവേറ്റു എന്നാണ്. ട്രംപ് മാത്രമാണ് ഇങ്ങനെ ഒരു ഇസ്രായേൽ ഭടൻ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കാര്യം പറഞ്ഞതായിട്ട് കാണുന്നത്. മറ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളൊന്നും കൊല്ലപ്പെട്ടതായിട്ട് കാണുന്നില്ല. എല്ലായിടത്തും മുറിവേറ്റു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ തിരിച്ചടിക്കണം എന്നാണ് ട്രംപിന്റെ അഭിപ്രായമെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് അദ്ദേഹം കൂടുതൽ പറഞ്ഞത്, ഈ ഹമാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വെടിനിർത്തലിലെ അല്ലെങ്കിൽ അവിടുത്തെ സമാധാനവുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയമൊന്നും അല്ല. ഹമാസ് മര്യാദയ്ക്കിരിക്കണം. മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ ദേ വിൽ ബി ടെർമിനേറ്റഡ്. അവരെ അങ്ങ് തീർത്തുകളയും, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തീർത്തുകളയും, ഓരോന്നിനും പെറുക്കി കൊന്നുകളയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്. കൂടാതെ അദ്ദേഹം പറഞ്ഞു, ഈ ഒക്ടോബർ 10 ഏർപ്പെടുത്തിയ സീസ് ഫയർ നിലനിൽക്കും, ഈ സീസ് ഫയർ നിലനിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ വാസ്തവത്തിൽ ഈ വെടിവെപ്പിനേക്കാളേറെ ഇസ്രായേലിനെ മുറിപ്പെടുത്തിയ വേറെ ഒരു കാര്യം, നമ്മൾ ഇന്നലത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു, ഒരു ഭടന്റെ ഡെഡ് ബോഡി അവർ തിരിച്ചു കൊടുത്തിരുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ തിരിച്ചു കൊടുത്ത ഡെഡ് ബോഡി അത് വാസ്തവത്തിൽ ഈ പറയുന്ന 13 ഡെഡ് ബോഡികളാണ് അവർ തിരിച്ചു കൊടുക്കുന്നത്. ആ 13 ഡെഡ് ബോഡികൾ പെടുന്ന ഒരു ഡെഡ് ബോഡി അല്ല ഇത്. ഇസ്രായേൽ 2023 ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങി കഴിഞ്ഞ് 2023 അവസാന ഭാഗത്ത് ഇസ്രായേൽ തന്നെ റിക്കവർ ചെയ്ത ഒരു പാർഷ്യൽ ഡെഡ് ബോഡി ഉണ്ട്. ഡെഡ് ബോഡിയുടെ ഒരു ഭാഗം ഇസ്രായേൽ റിക്കവർ ചെയ്യാൻ സാധിച്ചിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് ഇവരിപ്പോൾ കൊടുത്തത്. അപ്പൊ ഇതിൽ വാസ്തവത്തിൽ ഇതൊരു ഈ ആളെ ഇപ്പൊ ഇവർ തിരിച്ചു കൊടുത്ത ഈ ഡെഡ് ബോഡിയുടെ ആ ശരീരം അത് വാസ്തവത്തിൽ ഇസ്രായേലിൽ വെച്ച് തന്നെ വധിക്കപ്പെട്ട ആളാണ്. അന്ന് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ പ്രവേശിച്ച് ആക്രമണം നടത്തിയപ്പോൾ അവിടെ വെച്ച് തന്നെ വധിക്കപ്പെട്ട ആളാണ്. ഈ വധിക്കപ്പെട്ട ആളുടെ അദ്ദേഹത്തിന്റെ പേര് ഓഫിർ സാഫിറ്റി എന്നാണ്. ഓഫിർ സഫാറ്റി എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇസ്രായേൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ട ആളാണ്. ഇദ്ദേഹത്തിന്റെ ശവശരീരമാണ് ഇവർ വഹിച്ചുകൊണ്ട് പോയത്. ഈ ശവശരീരത്തിന്റെ ഒരു ഭാഗം ഇസ്രായേലിന് 2023 അവസാന ഭാഗത്തേക്ക് തന്നെ അവർ തന്നെ റിക്കവർ ചെയ്തിരുന്നു. ഈ ഗാസയിൽ ഇൻവൈഡ് ചെയ്ത് പോയപ്പോൾ അവർക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ച ബോഡികളുടെ കൂട്ടത്തിൽ ഇതിന്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഇതിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ ഇവർ ഇസ്രായേലിന് കൊടുത്തത്. ഒരു വലിയ അപമാനമായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. അപ്പോൾ ഈ ബാക്കി ഭാഗം കൊടുത്തു എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഡ്രോണുകൾ നിരന്തരമായിട്ട് ഗാസയിലെ സംഭവങ്ങൾ ഇങ്ങനെ CCTV ക്യാമറ വെച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷണങ്ങൾ ഇത് എങ്ങനെയാണ് റിക്കവർ ചെയ്തെന്നുള്ളത് കൂടി ഇവരെവിടുന്ന് ഒരു
ഒരു തുണിക്കെട്ട് കൊണ്ടുവന്നിട്ട് ഇവരൊരു സ്ഥലത്ത് മണ്ണ് മാന്തി, JCB കൊണ്ട് മണ്ണ് മാന്തി അതിനകത്ത് കുഴിച്ചിട്ട് JCB കൊണ്ട് മൂടി, എന്നിട്ട് ഉടനെ തന്നെ പോയിട്ട് റെഡ് ക്രോസിന്റെ ആളുകളെ കൊണ്ടുവന്ന് ആ JCB കൊണ്ട് തന്നെ അത് മാന്തി പുറത്തെടുത്ത്, ഇതാ ഞങ്ങൾ ഒരു ഡെഡ് ബോഡി പുറത്തെടുത്തിരിക്കുന്നു എന്ന് റെഡ് ക്രോസിനെ കൺവിൻസ് ചെയ്യിക്കുന്നു. ഒരാൾ അതിന്റെ പിക്ചർ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. ഇതിന്റെയൊക്കെ വീഡിയോ ഇപ്പം ഇസ്രായേലിന് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് 2-3 കാര്യങ്ങളുടെ വയലേഷൻ ആയിട്ടാണ് അവർ പരിഗണിക്കുന്നത്. ഒന്ന്, അവരുടെ ശവശരീരത്തെ ഇവർ പീസ് ആക്കി എന്നുള്ളതാണ്. ആ പീസ് ആക്കി പല ഭാഗങ്ങളിൽ സൂക്ഷിച്ചു. അപ്പൊ അതിലിപ്പോ സൂക്ഷിച്ച ഒരു സാധനം, ഇവരെ ഇത് എടുത്തോണ്ട് വന്ന് കുഴിച്ചിട്ട് പിന്നെ അത് റെഡ് ക്രോസിന്റെ സാന്നിധ്യം തിരിച്ചെടുക്കുന്നു. അപ്പൊ അത് ഒരു എക്സിബിഷനാണ്. അല്ലെങ്കിൽ ഇവരുടെ കരാറിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ ശവശരീരങ്ങൾ ഒരിക്കലും ഒരു എക്സിബിഷൻ ആക്കരുത്. ഇതിനു മുൻപ് ഇവർ ബന്ദികളെ തിരിച്ചയച്ച സമയത്ത് അത് സ്റ്റേജിൽ വെച്ച് അപമാനിച്ച ശേഷമായിരുന്നു തിരിച്ചയച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലുള്ള പബ്ലിക്കായിട്ടുള്ള പ്രദർശനങ്ങളും ഇല്ലാതെ വേണം ഈ ശവശരീരങ്ങളെ കൈമാറാനെന്ന് വളരെ മുൻകൂട്ടി തന്നെ ഈ കരാറിനകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ റെഡ് ക്രോസിന്റെ ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് ആഘോഷമായിട്ട് ഈ ശവശരീരം പുറത്തെടുത്തത് ഒരു സ്റ്റേജിങ് ഓഫ് ദിസ് പ്രോസസ് എന്നാണ് ഇസ്രായേൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇത് ഒരു സ്റ്റേജിൽ വെച്ച് നടത്തുന്ന ഒരു റെഡ് ക്രോസിന് മുമ്പിൽ വലിയൊരു പ്രദർശനമാക്കി എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്ന ഒരു വിഷയം. 2, ഇവര് വലിയ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന വലിയ മെഷീനറി ഉപയോഗിച്ചാണ് ഈ ഡെഡ് ബോഡികൾ റിക്കവർ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു പച്ച നുണയാണ്. ഈ ഡെഡ് ബോഡികൾ ഇവരുടെ കയ്യിലുള്ളതാണ്. ഈ കയ്യിൽ വെച്ച സ്ഥലത്ത് നിന്ന് ഇവർ എടുത്തുകൊണ്ടുപോയി കുഴിച്ചിട്ട് അത് പിന്നെ മാന്തി എടുക്കുന്ന ഒരു കള്ളത്തരമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വലിയ വഞ്ചന, ഇൻസൾട്ട്, ഇതാണ് വാസ്തവത്തിൽ ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഇവർ വെടിവെച്ചു എന്നതിനേക്കാളേറെ അവർക്ക് പ്രകോപനമായത് ഇവരുടെ ഈ ഡെഡ് ബോഡിയോട് കാണിച്ച അപമാനവും ഈ കരാറിന്റെ ലംഘനവുമാണ്. അപ്പൊ അത് ഇസ്രായേൽ എടുത്തു പറയുന്നുണ്ട്. കരാർ ലംഘിച്ചാൽ അടി കിട്ടിയിരിക്കും എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്, ഞങ്ങൾ ആക്രമിച്ചിരിക്കും. അപ്പൊ ഈ കരാർ ലംഘനത്തെ പറ്റിയുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലിന്റെ ആർഗ്യുമെന്റ് പ്രകാരം അല്ലെങ്കിൽ വാദം പ്രകാരം 13 ശവശരീരങ്ങൾ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. ഇന്നലെ കൊടുത്ത ശവശരീരം അതിൽ പെടുകയില്ല. അപ്പൊ ഹമാസ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ആക്രമിച്ചാലും ഞങ്ങൾക്ക് ശവശരീരങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഉടനെ ഒന്നും നിങ്ങളുടെ ബന്ദികളുടെ ശവശരീരങ്ങൾ തിരിച്ചറിയാനൊന്നും ആവൂല, ഞങ്ങൾ സെർച്ചിങ് കൊണ്ട് നിർത്തിവെക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പൊ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ഭീഷണി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മറുപടി. ഭീഷണിപ്പെടുത്തതേ ഉള്ളൂ, അങ്ങോട്ട് അടി വാങ്ങിക്കൊണ്ടേയിരിക്കും, അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇസ്രായേൽ കയറി അടിച്ചുകൊണ്ടിരിക്കും. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ ഇതാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങൾ. ഇത് എല്ലാ മാധ്യമങ്ങളും, നമ്മുടെ മലയാള മാധ്യമങ്ങളിലടക്കം ഇതിന്റെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ സീസ്ഫയർ എന്തായാലും നിന്നു പോവുകയില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ലെബനോണിൽ ചെയ്യുന്ന അതേ പണി ഇവിടെയും ചെയ്യുമെന്ന് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. സീസ്ഫയർ ഒക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ പോക്രിത്തരം കാണിച്ചാൽ അപ്പ കയറി അടിച്ചിരിക്കും. അത് ഞങ്ങൾ ആരോടും ചോദിക്കില്ല. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചതാണ്. നമ്മളുടെ രാജ്യത്തിന് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് അവിടെ കയറി നമ്മൾ ആക്രമിച്ചിരിക്കും. അതായത് ഗാസയിൽ കയറി ആക്രമിക്കാൻ അമേരിക്കയുടേതടക്കം ആരുടെയും പെർമിഷൻ ഞങ്ങൾ ചോദിക്കുകയില്ല. ഞങ്ങൾക്ക് വേണം തോന്നുമ്പോൾ ഞങ്ങൾ തല്ലും. അപ്പൊ അതിന് ഞങ്ങളൊരു കാരണം പറയും. ഇപ്പൊ ഇവർ പറയുന്നത്, ഹമാസ് പറയുന്നത്, ഈ പറയുന്ന റാഫേലിൽ നിന്ന് വെടിവെപ്പ് ഉണ്ടായിട്ടില്ല, അവരുടെ ആരും വെടിവെച്ചിട്ടില്ല എന്നാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരുപാട് വാർലോഡ്സ് ഉള്ള ഒരു സ്ഥലമാണ്. ഹമാസ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല വെടിവെച്ചത്. പക്ഷെ വെടിവെച്ച് കഴിഞ്ഞാൽ പണി ഹമാസിന് കിട്ടും. കാരണം ഗാസയുടെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലാണ് എന്നാണ് ഹമാസ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ആരെ നിയന്ത്രിക്കുന്നോ അവർക്കാണ് അടി കിട്ടുക. ഓഫ് കോഴ്സ് ഗാസക്കാർക്കും അടി കിട്ടും. ഈ മനുഷ്യനകത്ത് മുഴുവൻ ഹമാസിന്റെ ആളുകളല്ല, അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളും ധാരാളം പേര് മരിച്ചിട്ടുണ്ട്. കാരണം ഇന്നലത്തെ ബോംബിംഗ് ഒരുതരം ഇൻഡിസ്ക്രിമിനേറ്റ് ബോംബിംഗ് ആയിരുന്നു. പല സ്ഥലങ്ങളിലും ഇന്നലെ ബോംബ് വീണിട്ടുണ്ട്, വാഹനങ്ങളുടെ മേലെ ബോംബ് വീണിട്ടുണ്ട്, അങ്ങനെ ആളുകൾ ഇന്നലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇസ്രായേലെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്ക് സൗകര്യമുള്ളപ്പം അവർ കയറി ആക്രമിക്കും എന്നുള്ളത് തന്നെയാണ്. സീസ്ഫയർ ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ ട്രംപ് പറഞ്ഞതുപോലെ സീസ്ഫയർ അവിടെ ഉണ്ടാവും, യെല്ലോ ലൈനിൽ IDF ഉണ്ടാവും, പിന്നെ ഹമാസിന്റെ വീട്ടില് കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷെ ഇസ്രായേലിനെ ആക്രമിക്കണം എന്ന് എപ്പോഴെങ്കിലും ഒരു ഉൾവിളി ഉണ്ടായാൽ അവർ കയറി ചെയ്തിരിക്കും. ലെബനോണില് ഇന്നലെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ വലിയ ബിൽഡപ്പ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട നേതാവിനെ ഇന്നലെ വധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ലെബനോണിൽ നടക്കുന്നുണ്ട്. അപ്പൊ കൂടാതെ ലെബനോണിലേക്ക് വലിയ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നതായി സൂചനകൾ പുറത്തു വരുന്നു എന്ന് യൂറോപ്യൻ മാധ്യമങ്ങൾ പറയുന്നുമുണ്ട്. അതിന് ഇടയിലൂടെ വളരെ രസകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഹമാസിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ള ഏറ്റവും മേലെയുള്ള ആള്, അദ്ദേഹം പറഞ്ഞത് ഈ ശവശരീരങ്ങൾ കണ്ടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം ഇതിനെ കുഴിച്ചിട്ട ആളുകൾ മുഴുവൻ മരിച്ചുപോയി എന്നാണ്. അദ്ദേഹം സമ്മതിക്കുന്ന ഒരു കാര്യം, ഈ ഹമാസ് മുഴുവൻ ചത്തുപോയി എന്നത് തന്നെയാണ്. ഇപ്പോൾ ഹമാസിനുള്ള ആളുകൾ മുഴുവൻ പുതിയ റിക്രൂട്ട്സ് ആണ്. ഇപ്പൊ ഇവര് ഇസ്രായേലിന്റെ ഒക്ടോബർ 2023 ആക്രമണത്തിന്റെ ഇസ്രായേലിന്റെ പ്രത്യാക്രമണം തുടങ്ങുമ്പോൾ ഹമാസിനുണ്ടായിരുന്നത് 40,000-ലധികം
ഭീകരപ്രവർത്തകരുടെ ഒരു സംഘമായിരുന്നു അത്. ഏതാണ്ട് ആ സംഘം പൂർണ്ണമായും കൊല്ലപ്പെട്ടുവെന്ന് ഇന്നലെ ഖലീൽ അൽ ഹയ്യ സമ്മതിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ശവശരീരങ്ങളൊക്കെ മറവ് ചെയ്ത ആളുകളൊന്നും ഇപ്പോൾ നിലവിലില്ല എന്നാണ്. അതുകൊണ്ട് പുതിയ ആളുകൾക്ക്, കുറച്ച് കുഞ്ഞുപിള്ളേരെ പിടിച്ചു വെച്ചിരിക്കുന്നത്, അവർക്ക് ഇപ്പോൾ ഇത് എവിടെയാണ് കിടക്കുന്നത് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. ഏതൊക്കെയായാലും നമ്മുടെ നാട്ടിലെ ഈ ഹമാസിന്റെ ആരാധകന്മാര് ഇസ്രായേൽ അവിടെ കയറി യുദ്ധം ചെയ്തിട്ട് ഹമാസിനിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് സംശയമുള്ള ആളുകൾ ഈ ഖലീൽ അൽ ഹയ്യയെ കണ്ടെന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അപ്പൊ അദ്ദേഹമാണ് പറയുന്നത് ഹമാസ് മൊത്തം തീർന്നുപോയി, ഇപ്പോൾ ഉള്ള ഹമാസ് പഴയ ഹമാസ് അല്ല, അത് പുതിയ ഹമാസ് ആണ്, പഴയതൊക്കെ ചത്തുപോയി എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ പാകിസ്ഥാന്റെ പട്ടാള ജനറൽ നമ്മളുടെ നെതന്യാഹുവിന്റെ ചെവിയിൽ പോയി പറഞ്ഞത്രേ, നിങ്ങൾ നമ്മളെ ഒന്ന് വിളിക്കുകയും നമ്മളൊരു 10-20,000 പട്ടാളക്കാരെ ഗാസയിലേക്ക് വിടാം, എല്ലാ ഹമാസിനെയും പിടിച്ച് നമ്മൾ കൊന്നേക്കാം, കുറച്ച് കാശ് തന്നാൽ മതി. എങ്ങനെയുണ്ട്? അപ്പൊ അമേരിക്ക വഴിക്ക് പാകിസ്ഥാൻ ഇസ്രായേലിനോട് പറഞ്ഞ കാര്യം, അവിടെ പോകുന്ന ആ പീസ് കീപ്പിംഗ് ട്രൂപ്പില് നമ്മളുടെ ഒരു 25,000 ആൾക്കാരെ ഉൾപ്പെടുത്തി തരികയാണെങ്കിൽ നമ്മള് അവിടെയുള്ള എല്ലാ ഹമാസിനെയും പിടിച്ച് കൊന്ന് സ്ഥലം നല്ല ക്ലീൻ ആക്കി തരാം, പക്ഷെ കുറച്ച് കാശ് തരണം, വെറുതെ പറ്റൂല, കാശ് തരണം. ഇതാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ഇടയിലുള്ള ഐക്യത്തെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു.